അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. ബിസ്മില്ലാഹില്ലദീ ലാ യദുറു മഅസ്മിഹി ഷൈഉൻ ഫിൽ അർളി വലാ ഫിസ് സമാഇ വഹുവസ് സമീഉൽ അലീം. എൻ്റെ ശബ്ദം കേൾക്കുന്ന പ്രിയം നിറഞ്ഞ ഉപ്പമാരെ, ഉമ്മമാരെ, സഹോദരിമാരെ, സഹോദരങ്ങളെ, പടച്ച തമ്പുരാൻ നമ്മുടെ എല്ലാവരുടെയും ആഖിബത്ത് അവസാനം നന്നാക്കി തന്ന് അനുഗ്രഹിക്കുമാറാവട്ടെ. മരിക്കുന്ന അന്നുവരെ ഖളാ ആക്കാതെ കൃത്യമായി നിത്യമായി നമസ്കരിക്കാനുള്ള മഹാഭാഗ്യം ഈ പറയുന്ന എനിക്കും കേൾക്കുന്ന നമുക്കെല്ലാവർക്കും അല്ലാഹു തആല ഓശാരമായി നൽകട്ടെ. അതുപോലെ തന്നെ നമ്മളിൽ നിന്ന് മരണപ്പെട്ടു പോയ മുഴുവൻ ആളുകൾക്കും അല്ലാഹു മഗ്ഫിറത്ത് നൽകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് നമസ്കാരങ്ങളിൽ വെച്ച് അതിശ്രേഷ്ഠമായ നിസ്കാരം അതേതാണ് എന്ന് പല ആളുകളും ചോദിച്ചു. ഫർളായ നിസ്കാരങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠത എന്ന് പറഞ്ഞത് മഹത്തുക്കളായ പണ്ഡിതന്മാർ പറഞ്ഞു തരുന്നു, അത് സുബഹി നമസ്കാരമാണ്. ചില ആളുകൾ പറഞ്ഞിട്ടുണ്ട് അത് അസർ നമസ്കാരമാണെന്ന്, ചിലർ പറഞ്ഞു ഇശാ നിസ്കാരമാണെന്ന്. എന്നാലും ഭൂരിഭാഗം പണ്ഡിതന്മാർ പറയുന്നു ഫർള് നിസ്കാരങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠമായത് അത് സുബഹി നമസ്കാരമാണ്. ആ സുബഹി നമസ്കാരത്തിൽ തന്നെ വെള്ളിയാഴ്ച ദിവസത്തിലെ സുബഹി നമസ്കാരത്തിനാണ് അതിപ്രധാനമെന്നും ഒക്കെ പല പണ്ഡിതന്മാരും പറഞ്ഞിട്ടുണ്ട്. ഫർള് നിസ്കാരത്തെ പറ്റിയല്ല നമ്മുടെ ചർച്ച. നമ്മുടെ ചർച്ച എന്ന് പറഞ്ഞാൽ ആ ഫർള് നിസ്കാരങ്ങൾക്ക് മുമ്പും ശേഷവും നമ്മൾ നിർവഹിക്കേണ്ട റവാത്തിബ് സുന്നത്ത് നിസ്കാരങ്ങളെ പറ്റിയാണ്. സുന്നത്ത് നിസ്കാരങ്ങൾ പല രൂപത്തിലാണ്. നമുക്കറിയാം, ജമാഅത്ത് സുന്നത്തുള്ള സുന്നത്ത് നിസ്കാരങ്ങളുണ്ട്, ജമാഅത്ത് സുന്നത്തില്ലാത്ത സുന്നത്ത് നിസ്കാരങ്ങളുണ്ട്. അതുപോലെ തന്നെ സമയമായാൽ മാത്രം നിസ്കരിക്കേണ്ട സുന്നത്ത് നിസ്കാരങ്ങളുണ്ട്, ഏത് സമയത്തും നിസ്കരിക്കാൻ പറ്റിയ സുന്നത്ത് നിസ്കാരങ്ങൾ. അങ്ങനെ വെച്ച് നോക്കിയാൽ ശ്രേഷ്ഠതകളിൽ ഏറ്റവും മുന്തി നിൽക്കുന്ന സുന്നത്ത് നിസ്കാരങ്ങളാണ് ഫർള് നിസ്കാരങ്ങൾക്ക് മുമ്പും ശേഷവുമുള്ള നിസ്കാരങ്ങൾ. അതിന് മൊത്തത്തിൽ പറയുന്ന പേരാണ് റവാത്തിബ് സുന്നത്ത് നിസ്കാരം. അതായത് ഫർള് നിസ്കാരങ്ങൾക്ക് മുമ്പും ശേഷവും നിസ്കരിക്കുന്ന നിസ്കാരങ്ങൾക്ക് പറയുന്ന പേര് റവാത്തിബ് സുന്നത്ത് നിസ്കാരം. പല ആളുകളും ചോദിക്കും, എന്തോ ഈ റവാത്തിബ് ഉസ്താദ് പുതിയൊരു നിസ്കാരവുമായിട്ട് വരികയാണോ? പുതിയ നിസ്കാരമൊന്നുമല്ല, നമ്മളൊക്കെ നിസ്കരിക്കുന്ന, നമ്മൾ ഇന്നലെയും നിസ്കരിച്ച ഇന്നും നിസ്കരിക്കുന്ന നമ്മുടെ സുന്നത്ത് നിസ്കാരങ്ങൾക്ക് മൊത്തത്തിൽ പറയുന്ന ഏത് സുന്നത്ത് നിസ്കാരം? ഫർള് നിസ്കാരങ്ങൾക്ക് മുമ്പും ശേഷമുള്ള സുന്നത്ത് നിസ്കാരങ്ങൾക്ക് പറയുന്ന പേരാണ് റവാത്തിബ് സുന്നത്ത് നിസ്കാരങ്ങൾ. ഇനി ഈ റവാത്തിബ് സുന്നത്ത് നിസ്കാരം നിസ്കരിച്ചാൽ കിട്ടുന്ന കൂലി എന്താണ്, പ്രതിഫലം എന്താണെന്ന് നമുക്ക് ആദ്യം പഠിക്കാം. ഇവിടെ മഹത്തുക്കൾ പറയുന്നു 6 തരത്തിലുള്ള പ്രതിഫലമാണ് റവാത്തിബ് സുന്നത്ത് നിസ്കാരം ഒരു മനുഷ്യൻ നിത്യമായി നിസ്കരിച്ചാൽ അവനിക്ക് കിട്ടുന്ന പ്രതിഫലം 6 എണ്ണമാണ്. ഒന്നാമത്തേത്, അള്ളാഹുവുമായിട്ടുള്ള അടുപ്പം അധികരിക്കുമെന്നാണ്. അള്ളാഹുവുമായിട്ടുള്ള അടുപ്പമുണ്ടാകും. അതായത് അള്ളാഹു സുബ്ഹാനഹു വ തആല ഒരു ഖുദ്സിയായ ഹദീസിൽ പറയുകയാണ്. ഖുദ്സിയായ ഹദീസ് എന്ന് പറഞ്ഞാൽ അള്ളാഹു നേരിട്ട് പറയുന്ന വചനം. എന്താണ് അള്ളാഹു തആല പറയുന്നു? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമുക്കത് പറഞ്ഞു തരുകയാണ്. അള്ളാഹു തആല പറയുന്നു, എൻ്റെ ഒരു അടിമ അവൻ എന്നിലേക്ക് കൂടുതൽ അടുക്കുന്നത് സുന്നത്തുകൾ അധികരിപ്പിക്കുമ്പോഴാണ്. സുന്നത്ത് നിസ്കാരങ്ങൾ, സുന്നത്തായ പ്രവൃത്തികൾ, അതുപോലെ തന്നെ സുന്നത്ത് നോമ്പുകൾ, ഇതൊക്കെ അധികമായി ചെയ്യുമ്പോഴാണ് ഒരു അടിമ എന്നിലേക്ക് ഏറ്റവും കൂടുതൽ അടുക്കുന്നത്. അങ്ങനെ ഒരു അടിമ എന്നിലേക്ക് ഏറ്റവും കൂടുതൽ അടുത്തു കഴിഞ്ഞാൽ അവൻ്റെ കണ്ണ് ഞാനായി മാറും, അവൻ്റെ കയ്യ് ഞാനായി മാറും, അവൻ്റെ നാവ് ഞാനായി മാറും, അവൻ്റെ ഹൃദയം ഞാനായി മാറും എന്ന് അല്ലാഹു തആല പറഞ്ഞിട്ടുണ്ട്. എന്താ ഇതിൻ്റെ അർത്ഥം? ഒരു മനുഷ്യനോട് അല്ലാഹു കൂടുതലായി അടുത്തു കഴിഞ്ഞാൽ പിന്നെ അവനിക്ക് ഒരു ഹറാമായ ചിന്ത പോലും ഉണ്ടാവില്ല, ഒരു ഹറാമായ പ്രവൃത്തി അവനിക്ക് ചെയ്യാൻ പറ്റില്ല, അതുപോലെ ഹറാമായ ചിന്ത പോലും അവൻ്റെ മനസ്സിലേക്ക് വരില്ല. എന്താ കാരണം? അള്ളാഹു അവനിലേക്ക് അടുത്തത് കൊണ്ട്. നമുക്ക് അള്ളാഹുവിലേക്ക് അടുക്കാനും അള്ളാഹു തആല നമ്മളിലേക്ക് അടുക്കാനുമുള്ള വലിയ സൗഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അതിലെന്താ ചെയ്യേണ്ടത്? റവാത്തിബ് സുന്നത്ത് നിസ്കാരങ്ങൾ അധികരിപ്പിക്കുക, അതായത് അത് മുടങ്ങാതെ നിസ്കരിക്കുക. രണ്ടാമത്തേത്, ഈ റവാത്തിബ് സുന്നത്ത് നിസ്കരിച്ചാൽ കിട്ടുന്ന രണ്ടാമത്തെ പ്രതിഫലം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുമായിട്ടുള്ള അടുപ്പമാണ്. നബിയോടും അടുക്കും, അള്ളാഹിനോട് മാത്രമല്ല നബി തങ്ങളോടും നമുക്ക് അടുത്ത
നിസ്കരിക്കാനുള്ള ഒരു വലിയ പോംവഴിയാണ്, ഒരു എളുപ്പ വഴിയാണ് റവാത്തിബ് സുന്നത്ത് നിസ്കാരങ്ങൾ. കാരണം ഈ റവാത്തിബ് സുന്നത്ത് നിസ്കാരങ്ങൾ ഇത് അള്ളാൻ്റെ റസൂൽ നിസ്കരിച്ച നിസ്കാരമാണ്, ഇത് സുന്നത്താണ്. അള്ളാൻ്റെ ഹബീബ് നിസ്കരിച്ച ഈ നിസ്കാരങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ കൊണ്ടുവരിക. മൂന്നാമത്തേത്, നമ്മൾ നിസ്കരിക്കുന്ന ഫർള് നിസ്കാരങ്ങൾക്ക് എന്തെങ്കിലും ഒരു ന്യൂനത ഉണ്ടെങ്കിൽ, എന്തെങ്കിലും ഒരു ന്യൂനതയല്ല, ന്യൂനത ഉണ്ടല്ലോ അല്ലേ, ഏത് ഹോജപ്പോയി നിസ്കരിച്ചാലും അതിലൊക്കെ ന്യൂനത ഉണ്ടാവൂലേ. ചിലപ്പോൾ ചിന്ത മാറിപ്പോകും, ചിലപ്പോൾ 3 അനക്കത്തേക്കാൾ കൂടുതലായി അനങ്ങിപ്പോകും നമ്മൾ അറിയാതെ. അങ്ങനെ എത്രയോ അബദ്ധങ്ങൾ സംഭവിക്കും, എത്രയോ ന്യൂനതകൾ ഉണ്ടാകും നമ്മുടെ നിസ്കാരത്തിൽ. അപ്പോൾ നമ്മുടെ നിസ്കാരത്തിലുള്ള ന്യൂനതകൾ, അബദ്ധങ്ങൾ അത് പരിഹരിക്കപ്പെടാനുള്ള ഒരു വഴിയാണ് ഈ റവാത്തിബ് സുന്നത്ത് നിസ്കാരങ്ങൾ. അപ്പോൾ അത് നമ്മൾ മുടങ്ങാതെ നിസ്കരിക്കുക. പിന്നെയോ നാലാമത്തേത് ഒരു ഹദീസാണ് കേട്ടോ, ഒരു ഹദീസ് കേട്ടോ. ഒരു മനുഷ്യൻ റവാത്തിബ് സുന്നത്ത് നിസ്കാരം അവൻ നിത്യമായി നിസ്കരിച്ചു കഴിഞ്ഞാൽ അവനിക്ക് കിട്ടുന്ന പ്രതിഫലമാണ് ഇവിടെ നമുക്കൊരു ഹദീസിൽ കാണാം. എന്താണ്? നബി തങ്ങൾ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, മാമിൻ അബ്ദിൻ മുസ്ലിമിൻ യുസല്ലി ലില്ലാഹി തആല കുല്ല യൗമിൻ 12 റക്അ തതവ്വുഅൻ ഗൈറൽ ഫരീള ഇല്ലാ ബനല്ലാഹു ലഹു ബൈതം ഫിൽ ജന്ന ഔ കമാ ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരു മുസ്ലിമായ അടിമ അള്ളാഹുവിന് വേണ്ടി നിസ്കരിക്കുന്നു 12 റക്അത്ത്. അവൻ അത് നിസ്കരിക്കുന്നത് സുന്നത്തായ നിസ്കാരം, ഫർള് നിസ്കാരമല്ല, സുന്നത്തായ നിസ്കാരമാണ്. അതേത് നിസ്കാരമാ? ഈ ഫർള് നിസ്കാരങ്ങൾക്ക് മുമ്പും ശേഷവുമുള്ള റവാത്തിബ് സുന്നത്ത് നിസ്കാരം 12 റക്അത്തുകൾ ഒരു മനുഷ്യൻ ഒരു ദിവസം നിസ്കരിച്ചാൽ ഇല്ലാ ബനല്ലാഹു ലഹു ബൈതം ഫിൽ ജന്ന, അല്ലാഹു സുബ്ഹാനഹു വ തആല അവനിക്ക് സ്വർഗ്ഗത്തിൽ ഒരു വീട്, ഒരു കൊട്ടാരം പണിതു കൊടുക്കും. സ്വർഗ്ഗത്തിൽ വീടല്ല, കൊട്ടാരങ്ങളാണ്. കൊട്ടാരം നമ്മുടെ ഇഷ്ടികയും മണലും വെച്ചുണ്ടാക്കുന്നതല്ല, കല്ലും കട്ടയും വെച്ചുണ്ടാക്കുന്നത്, സ്വർണത്തിൻ്റെ, വെള്ളിയുടെ, വൈഢൂര്യത്തിൻ്റെ, മരതകത്തിൻ്റെ കൊട്ടാരമാണ്. പച്ച കളറിലുള്ള, നമ്മുടെ കണ്ണിനെ ആനന്ദിപ്പിക്കുന്ന കളറുകളിലുള്ള, നമ്മൾ കാണാത്ത വ്യത്യസ്തമായ ഒരുപാട് രൂപത്തിലും ഭംഗിയിലുമുള്ള ഒരുപാട് വീടുകൾ അല്ലാഹു തആല ഈ മനുഷ്യന് കൊടുക്കും. ഏത് മനുഷ്യൻ? അവൻ്റെ ക്വാളിറ്റി, അവൻ്റെ ക്വാളിഫിക്കേഷൻ എന്താണ്? അവൻ റവാത്തിബ് സുന്നത്ത് നിസ്കാരങ്ങൾ നിത്യമായി നിസ്കരിക്കുന്നവനാണ്. അല്ലാഹു തആല അതിനുള്ള തൗഫീഖ് നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അഞ്ചാമത്തെ പ്രതിഫലം, ഈ റവാത്തിബ് സുന്നത്ത് നിസ്കരിച്ചാൽ കിട്ടുന്ന അഞ്ചാമത്തെ പ്രതിഫലം, മലക്കുകളുടെ ദുആ അവനിക്ക് കിട്ടിക്കൊണ്ടിരിക്കും. മലക്കുകൾ ദുആരക്കും. മലക്കുകളുടെ ദുആ എന്നൊക്കെ പറഞ്ഞാൽ പിന്നെ രക്ഷപ്പെട്ടില്ലേ. മലക്കുകൾ ദുആരക്കുക എന്ന് പറഞ്ഞാൽ പിന്നെ ജീവിതം ഖൈറാണ്, പിന്നെ രക്ഷപ്പെട്ടു. മലക്കുകളുടെ ദുആ കിട്ടിക്കൊണ്ടിരിക്കും. ഏഴാമത്തേത്, ആ സുന്നത്ത് നിസ്കാരങ്ങൾ അവനിങ്ങനെ നിത്യമായി നിസ്കരിക്കുമ്പോൾ അവൻ്റെ ജീവിത വിഭവത്തിൽ അല്ലാഹു തആല വുസ്അത്ത്, വിശാലത നൽകുമെന്നും നമുക്ക് പണ്ഡിതന്മാർ പഠിപ്പിച്ചു തരുകയാണ്. നിത്യമായി ഫർള് നിസ്കരിക്കുന്നവൻ, ഫർള് നിസ്കാരങ്ങൾക്ക് മുമ്പും ശേഷവുമുള്ള റവാത്തിബ് നിസ്കാരം കൃത്യമായി നിസ്കരിക്കുന്നവൻ്റെ ജീവിത വിഭവം എന്ന് പറഞ്ഞാൽ അവൻ്റെ വീട്, അവൻ്റെ വാഹനം, അവൻ്റെ കച്ചവടം, അവൻ്റെ മക്കൾ, അവൻ്റെ കുടുംബം എല്ലാം എന്താണ്? അവൻ്റെ വസ്ത്രം, ഭക്ഷണം, വെള്ളം എല്ലാം ജീവിത വിഭവത്തിൽപ്പെട്ടത്. അതിൽ അല്ലാഹു ബറക്കത്ത്, വിശാലത നൽകുമെന്നും നമുക്ക് ഹദീസിൽ കാണാം. അപ്പോൾ ഇത്രയും പുണ്യം എന്തിനാണ് എൻ്റെ ഉമ്മ, എൻ്റെ ഉപ്പ നമ്മൾ നിസ്സാരമായൊരു സമയം അല്ലേ, നിസ്സാരമായ സമയമുള്ളൂ, അതുകൊണ്ട് നമ്മൾ നഷ്ടപ്പെടുത്താൻ പാടില്ല. അപ്പോൾ ഇതൊക്കെയാണ് എന്ത്? ഈ റവാത്തിബ് സുന്നത്ത് നിസ്കരിച്ചാലുള്ള കൂലി. ഈ റവാത്തിബ് സുന്നത്ത് നിസ്കാരങ്ങൾ എത്ര റക്അത്താണ് മൊത്തം എന്ന് നമുക്കൊന്ന് നോക്കാം. മൊത്തം 22 റക്അത്തുകളാണ് ഈ റവാത്തിബ് സുന്നത്ത് നിസ്കാരങ്ങൾ. ഓരോന്ന് കേട്ടോ. ളുഹ്ർ നമസ്കാരത്തിന് മുമ്പ് എത്ര? 4 റക്അത്ത് സുന്നത്ത് നിസ്കാരമുണ്ട്. ളുഹ്ർ നിസ്കാരത്തിന് ശേഷം 4 റക്അത്ത് സുന്നത്ത് നിസ്കാരമുണ്ട്. കുറഞ്ഞത് ളുഹ്ർ നിസ്കാരത്തിന് മുമ്പ് 2 നിസ്കരിക്കുക. ളുഹ്ർ നിസ്കാരത്തിന് ശേഷം കുറഞ്ഞത് 2 നിസ്കരിക്കുക. 4 ഏറ്റവും ശ്രേഷ്ഠത. കുറഞ്ഞത്, കുറച്ച് പിടിച്ചാൽ 2 നിസ്കരിക്കുക. ഇനി അസ്ർ നിസ്കാരം. അസ്ർ നിസ്കാരത്തിൻ്റെ മുമ്പ് 4 റക്അത്ത് റവാത്തിബ് സുന്നത്ത് നിസ്കാരം. അസ്ർ നിസ്കാരത്തിന് ശേഷം റവാത്തിബ് സുന്നത്ത് നിസ്കാരം ഇല്ല. പിന്നെ മഗ്രിബിന് മുമ്പ്, മഗ്രിബിൻ്റെ ബാങ്ക് വിളിച്ചതിന് ശേഷം മഗ്രിബ് ഫർള് നിസ്കാരം നിസ്കരിക്കുന്നതിന് മുമ്പ് 2 റക്അത്ത് സുന്നത്ത് നിസ്കാരമുണ്ട്. പക്ഷേ പലരും നിസ്കരിക്കാറില്ല, മൈൻഡ് പോലും ചെയ്യാറില്ല. പക്ഷെ അത് സുന്നത്താണ്. അപ്പോൾ മഗ്രിബ് നിസ്കാരത്തിന് മുമ്പ് 2 റക്അത്ത്, മഗ്രിബ് നമസ്കാരത്തിന് ശേഷവും 2 റക്അത്ത്. കുറഞ്ഞത് മഗ്രിബ് നിസ്കാരത്തിന് ശേഷം 2 റക്അത്തെങ്കിലും നമ്മൾ മുടങ്ങാതെ നിസ്കരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക.
അത് കഴിഞ്ഞ് പിന്നെ ഇശാ നിസ്കാരത്തിന് മുമ്പ് 2 റക്അത്തും ഇശാ നിസ്കാരത്തിന് ശേഷം 2 റക്അത്ത്, കുറഞ്ഞത് ഇശാ നിസ്കാരത്തിന് ശേഷം 2 റക്അത്തെങ്കിലും നിസ്കരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. സുബ്ഹി നമസ്കാരത്തിന് മുമ്പ് 2 റക്അത്ത്. ഈ സുബ്ഹി നമസ്കാരത്തിന് മുമ്പുള്ള 2 റക്അത്ത് നിസ്കരിച്ചാൽ കിട്ടുന്ന പ്രതിഫലം ഒരുപാട് ഹദീസുകളിൽ നമുക്ക് കാണാം. ഒരുപാട് പ്രതിഫലം. ഒരു സ്വഹാബി വന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ചോദിച്ചു, നബിയെ, എൻ്റെ കയ്യിൽ കാശില്ല, പൈസയില്ല, എനിക്ക് കുറേ പൈസ ഉണ്ടാവാൻ ദ്വാരക്കോ നബിയെ? നബി തങ്ങൾ പറഞ്ഞു, നിനക്ക് പൈസ വേണോ അതോ ഈ ദുന്യാവും അതിലുള്ള മുഴുവൻ വസ്തുക്കളും വെച്ചാൽ പോലും ഒന്നുമാവാത്ത തരത്തിൽ ഒരുപാട് പ്രതിഫലങ്ങൾ വേണോ? പ്രതിഫലം വേണോ പൈസ വേണോ? ആ സ്വഹാബി പറഞ്ഞു, നബി എനിക്ക് പ്രതിഫലം മതി. എങ്കിൽ സുബ്ഹി നമസ്കാരത്തിന് മുമ്പുള്ള 2 റക്അത്ത് സുന്നത്ത് നിസ്കാരം ഇനി മുതൽ അത് നഷ്ടപ്പെടുത്താതെ നിസ്കരിക്കുക. ആ സ്വഹാബി പിന്നെ അന്നു മുതൽ നിസ്കരിച്ചു എന്നാണ്. അതായത് ഈ ദുന്യാവും അതിലുള്ള സർവ്വ വസ്തുക്കളും കിട്ടുന്നതിനേക്കാൾ ഖൈറാണ് എന്ത്? സുബ്ഹി നമസ്കാരത്തിന് മുമ്പുള്ള 2 റക്അത്ത് സുന്നത്ത് നിസ്കാരം. അത് പല ആളുകളും അശ്രദ്ധമാക്കി കളയുകയാണ്. അത് ഉണ്ടാവാൻ പാടില്ല. പിന്നെ ഈ സുബ്ഹി നമസ്കാരത്തിന് മുമ്പുള്ള 2 റക്അത്ത് സുന്നത്ത് നിസ്കാരം, ആ സുന്നത്ത് നിസ്കാരത്തിൽ പ്രത്യേകം ഒരു സൂറത്ത് ഓതൽ സുന്നത്തുണ്ട്. ഇപ്പോൾ റക്അത്തുകളുടെ എണ്ണം പറഞ്ഞു. ഇനി നമ്മൾ പറയാൻ പോകുന്നത് സൂറത്തുകളുടെ ഏതൊക്കെ സൂറത്താണ് ഓതേണ്ടതെന്നാണ്. റവാത്തിബ് സുന്നത്ത് നിസ്കാരങ്ങളിൽ നമുക്ക് ഇഷ്ടമുള്ള സൂറത്ത് ഓതാം. ഇനി സൂറത്ത് ഓതിയില്ല എന്ന് വെച്ചും കുഴപ്പമില്ല, ഫാത്തിഹ മാത്രം ഓതിയാലും മതി. പക്ഷെ സുന്നത്ത് നിസ്കാരമാണെങ്കിലും സുന്നത്തായ സൂറത്ത് ഓതൽ സുന്നത്താണ്. അപ്പോൾ ഈ റവാത്തിബ് സുന്നത്ത് നിസ്കാരങ്ങൾ നമുക്കറിയാവുന്ന ഏത് സൂറത്തും ഓതാം. പിന്നെ ആദ്യത്തെ റക്അത്തിൽ ഖുൽ യാ അയ്യുഹൽ കാഫിറൂനും 2ാമത്തെ റക്അത്തിൽ ഖുൽ ഹുവല്ലാഹു അഹദും ഓതലാണ് ഏറ്റവും ഖൈർ. ഇതിൽ സുബ്ഹി നമസ്കാരത്തിന് മുമ്പുള്ള 2 റക്അത്ത് സുന്നത്ത് നിസ്കാരത്തിൽ ഒരു മനുഷ്യൻ ആദ്യത്തെ റക്അത്തിൽ അലം നശ്റഹ് ലക സദ്റക് എന്ന സൂറത്തും അതിനുശേഷം ഖുൽ യാ അയ്യുഹൽ കാഫിറൂൻ എന്ന സൂറത്തും ഓതി. 2ാമത്തെ റക്അത്തിൽ ആദ്യം അലം തറ കൈഫ ഫഅല റബ്ബുക എന്ന സൂറത്തും അതിനുശേഷം ഖുൽ ഹുവല്ലാഹു അഹദ് എന്ന ഈ സൂറത്തും. 2 റക്അത്തിൽ 4 സൂറത്ത്. ഈ ചെറിയ സൂറത്തുകൾ ഓതിക്കഴിഞ്ഞാൽ അവനിക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല മൂലക്കുരുവിൻ്റെ അർശസിൻ്റെ ബാസൂർ എന്ന് പറയും ആ ഒരു രോഗം കൊടുത്തു പരീക്ഷിക്കുകയില്ല. അവൻ്റെ ജീവിത വിഭവത്തിൽ അല്ലാഹു തആല ബറക്കത്ത് നൽകും. അതുപോലെ തന്നെ ഒരുപാട് നേട്ടങ്ങൾ അവൻ്റെ ജീവിതത്തിൽ ഉണ്ടാകുമെന്നെല്ലാം മഹത്തുക്കളായ പണ്ഡിതന്മാർ സുബ്ഹി നമസ്കാരത്തിന് മുമ്പുള്ള സുന്നത്ത് നിസ്കാരത്തിൽ ഈ പറയപ്പെട്ട സൂറത്തുകൾ ഓതിയാൽ കൊടുക്കുമെന്ന് നമുക്ക് മഹത്തുക്കളായ പണ്ഡിതന്മാർ പറഞ്ഞു തരുകയാണ്. ആദ്യം നമ്മൾ പറഞ്ഞത് ഈ നിസ്കരിച്ചാലുള്ള പ്രതിഫലം പറഞ്ഞു, പിന്നെ അതിൻ്റെ റക്അത്തുകളുടെ എണ്ണം പറഞ്ഞു, പിന്നെ സൂറത്തുകൾ പറഞ്ഞു. ഇനി പറയാനുള്ള നിയ്യത്താണ്. ളുഹറിന് മുമ്പ് നമ്മൾ 4 റക്അത്ത് റവാത്തിബ് നിസ്കരിക്കുകയാണ്. അപ്പോൾ എങ്ങനെയാണ്? ളുഹറിന് മുമ്പുള്ള 4 റക്അത്ത് റവാത്തിബ് സുന്നത്ത് നിസ്കാരം അല്ലാഹു തആലാക്ക് വേണ്ടി ഖിബിലക്ക് മുന്നിട്ട് നിസ്കരിക്കുന്നു. അല്ലാഹു അക്ബർ, ഇതാണ് നിയ്യത്ത്. ളുഹറിന് ശേഷമാണെങ്കിൽ ളുഹറിന് ശേഷമുള്ള റവാത്തിബ് സുന്നത്ത് നിസ്കാരം അല്ലാഹു തആലാക്ക് വേണ്ടി 4 റക്അത്ത് ഖിബിലക്ക് മുന്നിട്ട് നിസ്കരിക്കുന്നു. അല്ലാഹു അക്ബർ, മലയാളത്തിൽ നിയ്യത്ത് വെച്ചാൽ മതി. ഇതുപോലെ തന്നെ ഇപ്പോൾ അസറിന് മുമ്പാണെങ്കിൽ അസറിന് മുമ്പുള്ള, മഗ്രിബിന് ശേഷമാണെങ്കിൽ മഗ്രിബിന് ശേഷമുള്ള, സുബഹിക്ക് മുമ്പാണെങ്കിൽ സുബഹിക്ക് മുമ്പുള്ള. അപ്പോൾ അങ്ങനെ ആ സാഹചര്യം അനുസരിച്ച് നമ്മൾ നിയ്യത്ത് വെക്കുകയാണ് വേണ്ടത്. അപ്പോൾ നിയ്യത്തും നമ്മൾ പറഞ്ഞു. അപ്പോൾ ഈ റവാത്തിബ് സുന്നത്ത് നിസ്കാരത്തിൻ്റെ ശ്രേഷ്ഠത നമ്മൾ പഠിച്ചു. ഇനി ഒരിക്കലും മനഃപൂർവ്വം, ചിലപ്പോൾ തിരക്കുകളുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് പോകേണ്ടി വരും. ഇപ്പോൾ ട്രെയിൻ 2 മണിക്കാണ്, അപ്പോൾ അല്ലെങ്കിൽ ട്രെയിൻ 12:30-ക്കാണ്, 12:25 നമ്മൾ ഫർദ് നിസ്കരിച്ച് കഴിഞ്ഞത്, പിന്നെ 5 മിനിറ്റ് കൊണ്ട് നമുക്ക് ഓടിയെത്താൻ പറ്റില്ല. അപ്പോൾ അങ്ങനെയുള്ള ഒരു പെട്ടെന്ന് സാഹചര്യമൊക്കെ വന്നാൽ നമുക്ക് എന്താണ്, ഫർദ് നമസ്കാരത്തിന് ശേഷമുള്ള റവാത്തിബ് സുന്നത്ത് നിസ്കാരം നിസ്കരിക്കാൻ പറ്റിയില്ലെങ്കിൽ നമുക്ക് മറ്റൊരവസരത്തിൽ അത് ഖളാ വീട്ടാനുള്ള സാഹചര്യവും ഉണ്ട്. ഖളാ വീട്ടാം. എങ്ങനെ? ഈ റവാത്തിബ് സുന്നത്ത് നിസ്കാരം നമുക്ക് പറ്റി. ഇപ്പോൾ ളുഹറിന് മുമ്പുള്ള 2 or 4 റക്അത്ത് നമുക്ക് നിസ്കരിക്കാൻ പറ്റിയില്ല എങ്കിൽ എന്ത് ചെയ്യാം? നമുക്ക് ളുഹർ നിസ്കാരം കഴിഞ്ഞിട്ടും ളുഹറിന് മുമ്പുള്ള 4 റക്അത്ത് സുന്നത്ത് നിസ്കാരം അല്ലാഹു തആലക്ക് വേണ്ടി നിസ്കരിക്കുന്നു എന്ന് നമുക്ക് നിയ്യത്ത് വെച്ച് നിസ്കരിക്കാൻ പറ്റും കേട്ടോ.
അപ്പോൾ ഈ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. റവാത്തിബ് സുന്നത്ത് നിസ്കാരങ്ങൾ ഇനി മുതൽ കൃത്യമാക്കുക, നിത്യമാക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീക്ക് നൽകുമാറാവട്ടെ. നമ്മൾ നിസ്കരിക്കുന്ന നിസ്കാരങ്ങളുടെ പോരായ്മകൾ പടച്ചവൻ മാറ്റി നമ്മളിൽ നിന്നും കബൂലാക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. നമ്മുടെ വീഡിയോകൾ കാണുക, ഇതിൽ പറയുന്ന കാര്യങ്ങൾ ജീവിതത്തിൽ അമൽ ചെയ്യാൻ ഓരോരുത്തരും ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ നമ്മുടെ വീഡിയോകൾക്ക് താഴെ ഒരുപാട് പേര് കമൻറ്റുകൾ, ഒരുപാട് പ്രയാസങ്ങൾ, പ്രശ്നങ്ങൾ, കടങ്ങൾ, ദുരിതങ്ങൾ, രോഗങ്ങളൊക്കെ പറഞ്ഞ് ഒരുപാട് പ്രതിസന്ധികൾ പറഞ്ഞു ദ്വാരക്കാൻ വസിയ്യത്തുണ്ട്. പടച്ച തമ്പുരാൻ എല്ലാവരുടെയും അവരുടെ മനസ്സിലുള്ള എല്ലാ നല്ല ഉദ്ദേശങ്ങളും അല്ലാഹു സഫലീകരിച്ചു കൊടുക്കുമാറാവട്ടെ. എല്ലാ പ്രയാസങ്ങളും അല്ലാഹു തആല മാറ്റി കൊടുക്കുമാറാവട്ടെ. എല്ലാ ബുദ്ധിമുട്ടുകളും അല്ലാഹു തആല നീക്കി സലാമത്തും ബറക്കത്തും ഏറ്റിയേറ്റി കൊടുക്കുമാറാവട്ടെ. മരണപ്പെട്ടു പോയവർക്ക് അല്ലാഹു മഗ്ഫിറത്ത് നൽകട്ടെ. ഗൾഫിലുള്ള പ്രവാസികളായ ഒരുപാട് പേര് ദ്വാരക്കാൻ പറഞ്ഞിട്ടുണ്ട്. അല്ലാഹു അവരുടെ എല്ലാവരുടെയും എല്ലാ കാര്യത്തിലും സലാമത്തും എല്ലാവിധ ബറക്കത്തും ഏറ്റിയേറ്റി കൊടുക്കുമാറാവട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. നാളെ നമ്മുടെ ക്ലാസ് ഉണ്ടാകും, പ്രത്യേകം പങ്കെടുക്കുക. അല്ലാഹു നമ്മളെ അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.